മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പുതിയ പ്രഭാതം നമ്മെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷത്തിൻ്റെ സമയമാണ്. ഈ പുതിയ ദിവസത്തിൻ്റെ ആരംഭത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നന്ദിയോടും സ്നേഹത്തോടും കൂടെ ദൈവമക്കളായി നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്പോഴും ഇടപെടാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടി നമ്മെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇതാ കർത്താവേ നിന്റെ ദാസൻ, ഇതാ കർത്താവേ നിന്റെ ദാസി എന്ന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് അവിടത്തോടു കൂടിയായിരിക്കാം. നമുക്കറിയാം, നമ്മുടെ പ്രഭാത വിരുന്നിന്റെ പ്രത്യേക സംരക്ഷകയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ പ്രഭാത വിരുന്നിനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കൂടെയുണ്ട്, അമ്മയുടെ സംരക്ഷണം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ആ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി നമുക്ക് അമ്മയോട് ചേർന്നായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നിയോഗങ്ങൾ എല്ലാം നമുക്ക് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ഇന്ന് പ്രത്യേകമാവിധം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക ലോക സമാധാനത്തിന് വേണ്ടിയാണ്. സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ലോകം, സമാധാനം തേടിപ്പോകുന്ന മക്കൾ, എല്ലാ മക്കളും സമാധാനം അനുഭവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ യഥാർത്ഥമായ സമാധാനം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും നിറയപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയോട് ചേർന്ന് നമുക്കായിരിക്കാം. കർത്താവിൻ്റെ വചനം നാം ശ്രവിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരുടെ കൂടെ ആയിരുന്ന് അമ്മ പ്രാർത്ഥിച്ച പോലെ അമ്മയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തില് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങളിൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. സ്ലീഹന്മാരിൽ വചനം ഉറപ്പിച്ച പോലെ, പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിപ്പിച്ച പോലെ ഞങ്ങളിലും കർത്താവിന്റെ വചനം മാംസം ധരിക്കാൻ അങ്ങ് ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. ഞങ്ങളുടെ ചിന്തയെ, ബുദ്ധിയെ, മനസ്സിനെ, ശരീരത്തെ എല്ലാം ഏറ്റെടുത്ത് അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി വലിയ ദാഹത്തോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ.
പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1ഉം 2ഉം തിരുവചനങ്ങളാണ്. എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തന്നെ സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. സമാധാനത്തിന്റെ വലിയൊരു ആഗ്രഹത്തോടു കൂടി നമുക്ക് ഈ പ്രഭാത വിരുന്നിലായിരിക്കാം. ഈശോ ജനിച്ചപ്പോൾ മാലാഖമാര് സ്വർഗം ഇറങ്ങി വന്ന് ലോകത്തോട് പറഞ്ഞൊരു വലിയ കാര്യമാണ്, നിങ്ങൾക്ക് സമാധാനം, ലോകത്തിന് സമാധാനം. അതിന്റെ അടിസ്ഥാനം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി യേശു ജനിച്ചിരിക്കുന്നു. ഈ ലോകത്തിന്, മാനവകുലത്തിന് സമാധാനം നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാ? മനുഷ്യന്റെ പാപം കൊണ്ടാ. ആ പാപത്തിന്റെ വേദനമായ മരണവും മരണത്തിലൂടെ കടന്നു വന്ന സാത്താന്റെ ആധിപത്യവും കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന അവന്റെ പ്രവൃത്തികളും കൊണ്ട് മാനവകുലം ഒരു അടിമത്വത്തിലേക്ക്, പാപത്തിന്റെ ബന്ധനത്തിലേക്ക് പോയപ്പോ അതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു തിരുമനസായി. ഈശോ അതിനുവേണ്ടി അവതരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് യോഹന്നാൻ ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മൾ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. നീതിമാൻ, ദൈവം നീതിമാനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ ഈ ലോകത്തിലേക്ക് അവതരിച്ചതിന്റെ കാരണം ദൈവത്തിന്റെ നീതിയാണ്. കാരണം പാപത്തിന്റെ വേദനം മരണമാണ്. പാപത്തിന്റെ നീതിയുള്ള അല്ലെങ്കിൽ ന്യായമായ അല്ലെങ്കിൽ അർഹതപ്പെട്ട നിയമമാണ് മരണം എന്നുള്ളത്. എന്നാൽ ആ പാപത്തിന്റെ വേദനമായ മരണത്തെ ഏറ്റെടുക്കാൻ വേണ്ടി ഈശോ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നീതിമാനായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപത്തിന്റെ വേദനമായ മരണത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് പറഞ്ഞാല് നമുക്ക് അർഹതപ്പെട്ട മരണത്തെ, മാനവകുലത്തിന് പാപത്തിലൂടെ അർഹതപ്പെട്ട മരണത്തെ പാപമില്ലാത്ത യേശു സ്വയം ഏറ്റെടുത്തപ്പോൾ അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന നീതിമാനായിട്ട് മാറുകയാണ്, നീതിമാനായ യേശുക്രിസ്തു. ശരിക്കും ഈ വിഷയം ധ്യാനിക്കുമ്പോ കർത്താവിന്റെ മനുഷ്യാവതാരം, അവിടുത്തെ രക്തം ചിന്തിയുള്ള മരണം, അവിടുത്തെ നമുക്ക് വേണ്ടിയുള്ള പരിഹാര ബലി, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹാ പറയുന്നത്, നീതിമാനായ യേശുക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞ് ഈശോയെ സ്വീകരിച്ച് പാപത്തെ നമുക്ക് എടുത്തു മാറ്റാൻ സാധിച്ചാല് യഥാർത്ഥമായ സമാധാനം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മാനവകുലത്തിനും കൈവരിക്കാൻ പറ്റും. അവിടെ യോഹന്നാൻ ശ്ലീഹാ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് യേശുക്രിസ്തു. ഈശോയെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ശരിക്കും ഈ കാലഘട്ടത്തില് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ലോകം പാപത്തിന്റെ അല്ലെങ്കിൽ പലതിന്റെ പിന്നാലെ സമാധാനം തേടി പോകുമ്പോ എന്തുകൊണ്ട് ഈ സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവും അതിൽ നിന്ന് സമാധാനത്തിലേക്ക് നയിക്കുന്ന സമാധാന ദാതാവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയും അറിഞ്ഞ് സ്വന്തമാക്കിയാൽ നമുക്ക് കൈവരിക്കാവുന്നതേയുള്ളൂ യഥാർത്ഥമായ സമാധാനം, സന്തോഷം, സംതൃപ്തി. അതിലേക്ക് നാം വരണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചപ്പോ ഈശോയെ നാം സ്വന്തമാക്കി ഇല്ലെങ്കിൽ നമുക്ക് ലഭിക്കാതെ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചുമ്മാ ധ്യാനിക്കുകയാണ്. ഈശോയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നില്ലെങ്കിൽ എനിക്ക് ലഭിക്കാതെ പോകുന്ന കാര്യങ്ങൾ. ഒന്ന്, ഈശോയെ ഞാൻ സ്വന്തമാക്കുന്നില്ലെങ്കിൽ എനിക്ക് വഴി അറിയത്തില്ല, വഴി ഉണ്ടാകത്തില്ല, എനിക്ക് സത്യം അറിയാൻ കഴിയത്തില്ല, എനിക്ക് ജീവൻ ഉണ്ടാകത്തില്ല. ഒന്ന്, ഈശോ പറഞ്ഞു, ഞാനാണ് വഴി. ഈശോയെ ഞാൻ സ്വന്തമാക്കുന്നില്ലെങ്കിൽ എനിക്ക് വഴിയില്ലാതായി തീരും, വഴിയില്ലാത്തവനായി തീരും ഞാൻ. ഇനി ഈശോ പറയും, ഞാനാണ് സത്യം, ഞാൻ സത്യം അറിയണം, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ലോകം എന്താണ്, മനുഷ്യൻ ആരാണ്, എൻ്റെ ജീവിതത്തിലേക്ക് യാത്ര എങ്ങോട്ടാണ്,
എൻ്റെ ഈ ലോകവാസം എത്ര നാളാണ്? ഇങ്ങനെ കുറെ സത്യങ്ങളുണ്ട്. ഈശോയെ ഞാൻ ശരിക്കും അറിയുമ്പോൾ, ഈശോയെ അറിയാമെന്ന് പറഞ്ഞ ഈശോയുടെ വചനത്തെ ഞാൻ അറിയുമ്പോൾ ആ വഴി അറിയാം, സത്യം അറിയാം. അതിനേക്കാളും ഉപരി ഈശോയെ ഞാൻ സ്വന്തമാക്കുമ്പോഴേ എനിക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ. ഈശോയെ ഞാൻ സ്വന്തമാക്കുന്നില്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു ജഡമായിട്ട് ഞാൻ മാറും. അപ്പൊ ഈശോയെ സ്വന്തമാക്കിയില്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് ജീവനാണ്, സത്യമാണ്, വഴിയാണ്. ഇനി അതോടൊപ്പം തന്നെ കുറെ കാര്യങ്ങൾ വേറെയുണ്ട്. എന്താണ്? പാപപരിഹാരം. ഈ ലോകത്തിലേക്ക് നോക്കിക്കേ, ഈശോ ഈ ലോകത്തിൽ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. ഈശോയെ കുറിച്ച് സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ലോക ചരിത്രത്തിൽ പാപം നീക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ പാപത്തെ നീക്കി മനുഷ്യനെ രക്ഷിക്കുന്ന ഒരു ദൈവം, ഒരു ദൈവത്തെയും നമ്മൾ കാണുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു, സത്യവാനായ എൻ്റെ കർത്താവ്, അവിടുന്നാണ് മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാര ബലിയായിട്ട് രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്ത് രക്തം ചിന്തി പരിഹാരം ചെയ്ത് മാനവകുലത്തെ വീണ്ടെടുത്ത ഒറ്റ ദൈവമുള്ളൂ. അത് എൻ്റെ ഈശോയാണ്, നമ്മുടെ ഈശോയാണ്. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. അപ്പോൾ ഈശോയെ ഞാൻ അറിഞ്ഞ് സ്വന്തമാക്കുന്നില്ലെങ്കിൽ എനിക്ക് കിട്ടാതെ പോകുന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. പാപപരിഹാരം കിട്ടത്തില്ല, പാപമോചനം കിട്ടത്തില്ല. ഞാൻ പാപത്തിൽ തന്നെ വസിക്കും. അതുകൊണ്ട് യേശുവിനെ ഞാൻ സ്വന്തമാക്കാതെ പോകുമ്പോൾ എനിക്ക് പാപത്തിൽ നിന്ന് മോചനമില്ല, പാപത്തിന്റെ വേദനമായ മരണത്തിൽ നിന്ന് മോചനമില്ല, അതോടൊപ്പം തന്നെ സാത്താന്റെ പിടിയിൽ നിന്ന് എനിക്ക് മോചനമില്ല. അതുകൊണ്ട് ഈ ലോകത്തില് നമുക്ക് പാപത്തിൽ നിന്ന് മോചനം നേടി മരണത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ഈശോയെ സ്വന്തമാക്കിയേ പറ്റൂ. ഈശോയെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശു മരണത്തെ നാം സ്വന്തമാക്കണം. ഈശോയുടെ കുരിശു മരണത്തെ സ്വന്തമാക്കി കഴിയുമ്പോൾ യഥാർത്ഥമായ സമാധാനം, രക്ഷ കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. ഈശോയെ ഞാൻ സ്വന്തമാക്കുന്നില്ലെങ്കിൽ എനിക്ക് പ്രകാശം ഉണ്ടാവത്തില്ല, ഞാൻ അന്ധകാരത്തിൽ വസിക്കുന്നവനായിട്ട് മാറും. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈശോ സമാധാനമാണ്. ഈശോയെ ഞാൻ സ്വന്തമാക്കുന്നില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. ഓർത്തു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തില് ഈശോയെ നാം സ്വന്തമാക്കാതിരുന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് നാം അറിയണം. അതുകൊണ്ട് ഈശോയെ നമ്മൾ അറിഞ്ഞ് ഈശോയെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ ഈശോയിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും, സമാധാനം, സന്തോഷം, സ്നേഹം, സൗഖ്യം, ജീവൻ, രക്ഷ, സത്യം, വഴി എല്ലാം യേശുവിലുണ്ട്. അതുകൊണ്ടാണ് കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തില് 1-ാം അധ്യായം 20-ാം വചനത്തില് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ നമുക്ക് അതെ എന്നു തന്നെ. യേശുവിൽ എല്ലാം നമുക്ക് നിറച്ചു വച്ചിട്ടുണ്ട്. അനുഗ്രഹത്തിന്റെ വാഗ്ദാനങ്ങൾ, രക്ഷയുടെ വാഗ്ദാനങ്ങൾ, ജീവന്റെ വാഗ്ദാനങ്ങൾ, സമാധാനത്തിന്റെ വാഗ്ദാനങ്ങൾ, സൗഖ്യത്തിന്റെ വാഗ്ദാനങ്ങൾ എല്ലാം യേശുവിലുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, യോഹന്നാൻ കുഞ്ഞുമക്കളെ എന്ന് വിളിച്ചിട്ട് സ്നേഹത്തോടെ നമ്മോട് പറയുകയാണ്, യേശു ക്രിസ്തുവാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലി. അവൻ ലോകത്തിന്റെ മുഴുവനും പാപങ്ങൾക്ക് പരിഹാര ബലി യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കർത്താവിനെ നാം സ്വീകരിക്കണം. എന്റെ ഈശോയെ അറിഞ്ഞ് സ്നേഹിക്കണം. നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്ത്യാനിയാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, യേശു ക്രിസ്തുവിന് വേണ്ടി നീക്കിവയ്ക്കപ്പെട്ട അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട, മാറ്റിവെക്കപ്പെട്ട ജീവിതമാണോ എൻ്റെ? ക്രൈസ്തവ ജീവിതം എപ്പോഴും ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. ആദ്യം മുതൽ ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തിരഞ്ഞെടുപ്പാണ്. നിനക്ക് ജീവന്റെ വൃക്ഷത്തെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മരണത്തിന്റെ വൃക്ഷത്തെ തിരഞ്ഞെടുക്കാം. നന്മയും തിന്മയും, ധനവും ദൈവവും, അല്ലെങ്കിൽ അഗ്നിയും ജലവും, ജീവനും മരണവും, ഒരു തിരഞ്ഞെടുപ്പുണ്ട്. എൻ്റെ ജീവിതത്തില് മനുഷ്യനായ ഞാൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം. എൻ്റെ കർത്താവിനെ ഞാൻ തിരഞ്ഞെടുക്കണം. എൻ്റെ ഈശോ എനിക്ക് വേണം. ഇന്ന് എത്ര മക്കള് ഈശോയ്ക്ക് വേണ്ടി ഒരു തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നുണ്ട് ജീവിതത്തില്?
പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ തിരഞ്ഞെടുക്കാൻ, കർത്താവിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ, കർത്താവിനെ എനിക്ക് വേണം എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ച് അതിനുവേണ്ടി കർത്താവിന് സമർപ്പിക്കുക, സറണ്ടർ ചെയ്യുക. സറണ്ടർ ടു മൈ ജീസസ്. എൻ്റെ കർത്താവിന് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ ഏറ്റെടുക്കും. കർത്താവ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും. യേശു ക്രിസ്തുവിനെ നാം സ്വന്തമാക്കുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹ വാഗ്ദാനങ്ങൾ നമ്മിലും നമ്മുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും സംജാതമാകും. ഇന്ന് നമ്മൾ ഈ പ്രഭാത വിരുന്നില് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എന്താ പറയാ, ക്രൈസ്തവ മക്കൾ ഈ സത്യം അറിഞ്ഞ് പാപപരിഹാരത്തിനു വേണ്ടി യേശുവിനെ തേടാൻ. ഇന്ന് ഒരു വലിയൊരു അപകടകരമായ ഒരു ആത്മീയതയുണ്ട്. അതായത് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് സ്നേഹിക്കാതെ യേശു ക്രിസ്തുവിലേക്ക് അവനെ ഈ തലത്തിൽ എൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ഈശോയെ വേണം എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നല്ലാതെ യേശുവിനെ സമീപിക്കുന്ന അനേക മക്കൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കിന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ വചനത്തിനനുസരിച്ച് ഈശോയെ സ്വീകരിച്ച് ഈശോയെ സ്വന്തമാക്കി നാമും നമ്മുടെ കുടുംബവും ലോകം മുഴുവനും യഥാർത്ഥമായ സമാധാനവും യഥാർത്ഥമായ സന്തോഷവും യഥാർത്ഥമായ സംതൃപ്തിയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ സ്വന്തമാക്കുവാൻ ലോകത്തിനിടയാകണം. നമുക്കതിനു വേണ്ടി പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ ശക്തി, വലിയ കൃപ, അഭിഷേകം നമ്മിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും കടന്നു വരുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി ഈശോയെ സ്വീകരിച്ച് ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭിഷേക ശക്തി സ്വന്തമാക്കിയെടുക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാം ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. അവിടുത്തെ കരവേലയായ അവിടുത്തെ സ്വന്തമായ ഞങ്ങളെ അവിടുന്ന് അത്യധികമായി സ്നേഹിക്കുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. അങ്ങയുടെ സാന്നിധ്യത്തിൽ മാത്രം ജീവിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ ഞങ്ങൾ അങ്ങയെ വിട്ട് അകന്നു പോയപ്പോൾ, ഞങ്ങൾ നശിച്ചു പോയ അവസ്ഥയിൽ, ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവമേ തിരുക്കുമാരനെ അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈശോയെ, ഞങ്ങളുടെ രക്ഷയാണ് അവിടുന്ന്, ഞങ്ങളുടെ പാപപരിഹാരമാണ് അവിടുന്ന്, ഞങ്ങളുടെ ജീവനാണ് അവിടുന്ന്, ഞങ്ങളുടെ സമാധാനമാണ് അവിടുന്ന്, ഞങ്ങളുടെ എല്ലാമാണ് അവിടുന്ന്. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈശോയെ ഞങ്ങളിൽ ജനിപ്പിക്കുന്ന, വചനത്തെ ഞങ്ങളിൽ ഉറപ്പിക്കുന്ന അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെയും ലോകം മുഴുവനെയും പ്രത്യേകമാവിധം ത്രിയേക ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വലിയ ശക്തി നിറയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥയെ, സംരക്ഷയെ, അമ്മയുടെ വലിയ മാധ്യസ്ഥം ഇതിനായി ഞങ്ങൾ യാചിക്കുകയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മിഖായേൽ മാലാഖെ, ഗബ്രിയേൽ മാലാഖെ, റഫായേൽ മാലാഖെ, നിങ്ങളെല്ലാ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ,
നിങ്ങൾ യേശുവിനെ സ്വന്തമാക്കിയ പോലെ ഞങ്ങളും ഈശോയെ സ്വന്തമാക്കി ഈശോയുടെ കൂടെ എന്നും ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ. ഏറ്റവും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാവിധം പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ വലിയ സാന്നിധ്യം, നിങ്ങളുടെ വലിയ മാധ്യസ്ഥം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യവും സ്വർഗത്തിന്റെ വലിയ സംരക്ഷണവും ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് നൽകി പിതാവായ ദൈവമേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കാത്തുപരിപാലിക്കണമേ. ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഈ പ്രഭാത വീതിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറ്റെടുക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ദൈവിക സമാധാനവും സന്തോഷവും കൊണ്ട് എല്ലാ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രത്യേകമായൊന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല ബലികളിലേക്കും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ സ്നേഹപിതാവായ ദൈവമേ, ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും യഥാർത്ഥമായ സമാധാനത്തില്, സന്തോഷത്തില്, സ്നേഹത്തില്, വിശുദ്ധിയില് കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. അമ്മേ മരിയേ, നിന്നാമം സദാ തുണയ്ക്കും നാമമോ. അമ്മേ മരിയേ, നിന്നാമം സദാ തുണയ്ക്കും നാമമോ. അമ്മേ മരിയേ, സദാ തുണയ്ക്കും നാമമോ. അമ്മേ മരിയേ, നിന്നാമം സദാ തുണയ്ക്കും നാമമോ. അമ്മേ മരിയേ, നിന്നാമമോ സദാ തുണയ്ക്കും നാമമോ. അമ്മേ മരിയേ, നിന്നാമമോ സദാ തുണയ്ക്കും നാമമോ. അമ്മേ മരിയേ, നിന്നാമം. സർവജഗത്തിനും രാജിയാകും അമ്മേ, സർവജഗത്തിനും രാജിയാകും അമ്മേ, സർവജഗത്തിനും രാജിയാകും അമ്മേ, സർവജഗത്തിനും രാജിയാകും അമ്മേ, സർവജഗത്തിനും രാജിയാകും അമ്മേ. നിൽപാദം എന്നും അടിയന് തുണയേ, നിൽതൃക്കരവും സദാ അടിയന് ശരണം. നിൻപാദം എന്നും അടിയന് തുണയേ,
നിൽതൃക്കരവും സദാ അടിയന ശരണവും അമ്മേ മരിയേ നിൽ നാമവും സദാ തുണയ്ക്കും നാമവും അമ്മേ മരിയേ നിൻ നാമം. ഈശന് ജനനിയാം കരുണതൻ നിറവേ ജഗത്തിനും ജനനിയാ ജ്ഞാനത്തിൻ പൊരുളേ. ഈശന് ജനനിയാം കരുണതൻ നിറവേ ജഗത്തിനും ജനനിയാ ജ്ഞാനത്തിൻ പൊരുളേ. തമസകറ്റു ദിവ്യജ്യോതി തെളിക്കൂ തമസകറ്റു ദിവ്യജ്യോതി തെളിക്കൂ തമസകറ്റു ദിവ്യജ്യോതി തെളിക്കൂ. തിരുസുതനോടായി പ്രാർത്ഥന മൊഴിയൂ തമസകറ്റു ദിവ്യജ്യോതി തെളിക്കൂ. തിരുസുതനോടായി പ്രാർത്ഥന മൊഴിയൂ അമ്മേ മരിയേ നിൽ നാമവും സദാ തുണയ്ക്കും നാമവും അമ്മേ മരിയേ നിൻ നാമം. കർത്താവായ ദൈവമേ, സഭയുടെ നാമത്തില് പരിശുദ്ധ പിതാവിനോടും കർദിനാൾമാരോടും മെത്രാൻ സമൂഹത്തോടും സകല പുരോഹിത ഗണത്തോടും ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ സ്വർഗീയമായ സമാധാനം, സംരക്ഷണം കുരിശിലൂടെ, പാപപരിഹാര ബലിയിലൂടെ ഞങ്ങൾക്കും ലോകം മുഴുവനും നൽകിയ കർത്താവെ, അങ്ങയുടെ കുരിശിന്റെ ശക്തമായ സംരക്ഷണ മുദ്രയാൽ കുരിശിലെ ബലിയുടെ എല്ലാ യോഗ്യതകളും നിറച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ നാമത്തില് നല്ലൊരു പ്രഭാതം, ഒരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം പേരുണ്ട്. മരിയം കൂടാരങ്ങളിൽ പ്രഭാത വിരുന്നിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം മക്കള്, എല്ലാ മക്കളോടും ചേർന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയും ജപമാലയും കരുണക്കൊന്തയും പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. ദൈവം നമ്മെല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും സമാധാനം നിറച്ച് അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ.